നമസ്തേ. പ്രണവസംഗീതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള 27 നക്ഷത്രക്കാരിൽ അശ്വതി മുതൽ ആയില്യം നക്ഷത്രം വരെയുള്ള നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന രോഗങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഉണ്ടാകാൻ ഇടയുള്ള രോഗങ്ങളെക്കുറിച്ചും അവരുടെ ദേവത അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രോഗസമയത്ത് പ്രാർത്ഥിക്കേണ്ട ദേവതയെക്കുറിച്ചും അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ട് ധരിക്കാവുന്ന യന്ത്രങ്ങളും അതുപോലെ വിശേഷാൽ രത്നക്കല്ലുകളെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും രോഗങ്ങൾ വരാൻ സാധ്യത എന്ന് പറയുന്നത് തലവേദന അല്ലെന്നുണ്ടെങ്കിൽ മുഖരോഗങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യത, ചിലപ്പോൾ മെലിഞ്ഞ് അല്ലെങ്കിൽ ശരീരം വണ്ണം കുറഞ്ഞ് വരുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ടൽ, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള തലവേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു നക്ഷത്രക്കാരെ പ്രധാനമായും കണ്ടുവരുന്ന രോഗങ്ങളാണ്. ഈ രോഗങ്ങൾ വരുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദേവത അശ്വിനി ദേവതകളെ പ്രാർത്ഥിക്കണമെന്നും കൂടുതലായിട്ട് ദേവീക്ഷേത്രങ്ങൾ ദർശനം നടത്തി യഥാശക്തി ആയുർസൂക്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലി, കറുപ്പ് ചരട് വാങ്ങി മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് ശിവക്ഷേത്രത്തിൽ നിന്നും കെട്ടുന്നതും, അതല്ല സുദർശന യന്ത്രം മഹാവിഷ്ണു യന്ത്രം ധരിക്കുന്നതും, വൈഡൂര്യ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വൈഡൂര്യ കല്ലുകൾ മോതിരങ്ങളായിട്ടോ മാലകളിലോ ധരിക്കുന്നതും ഏറെ നല്ലതാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് പ്രധാനമായിട്ടും വന്നു ചേരുന്ന രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ, വയറുവേദന അല്ലെന്നുണ്ടെങ്കിൽ വയറ് പുകച്ചിൽ, ഇങ്ങനെയുള്ള രോഗങ്ങളോ അതല്ല അർശസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അതോടൊപ്പം അസ്ഥി സംബന്ധമായിട്ടുള്ള വേദനകളോ ഇവർക്ക് വന്നു ചേരാൻ വളരെ സാധ്യത കൂടുതലാണ്. ആയതിനാൽ ഇവർ പൂർണ്ണമായിട്ടും ശിവപാർവതി സങ്കല്പത്തിലുള്ള ദേവതകളെ പ്രാർത്ഥിക്കുന്നത് ഏറെ നല്ലതാണ്. അതോടൊപ്പം ത്രിപുരസുന്ദരി യന്ത്രം, മഹാശൂലിനി യന്ത്രം ധരിക്കുന്നതും പുഷ്യരാഗം പോലുള്ള കല്ലുകൾ മോതിരത്തിലോ മാലയിലോ ആക്കി ധരിക്കുന്നതും ഏറെ നല്ലതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് പ്രധാനമായിട്ടും വന്നു ചേരാവുന്ന രോഗങ്ങൾ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനും അതുപോലെ പല്ലുവേദന, തലവേദന, ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാനും നേത്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനും ഏറെ സാധ്യതയുള്ളതാണ്. ആയതിനാൽ ഇവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ദേവത എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം സുബ്രഹ്മണ്യ യന്ത്രമോ അല്ലെങ്കിൽ സുദർശന യന്ത്രമോ ധരിക്കുന്നതും മാണിക്യം പോലുള്ള കല്ലുകൾ ധരിക്കുന്നതും ഏറെ നല്ലതാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് പ്രധാനമായിട്ടും ഖണ്ഡരോഗങ്ങൾ അല്ലെങ്കിൽ തൊണ്ടവേദന, അങ്ങനെയുള്ള രോഗങ്ങൾ വരാനും രക്തസമ്മർദ്ദം ഉണ്ടാവുക, പ്രഷർ അതുപോലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഉണ്ടാകാവുന്ന തലവേദന അല്ലെന്നുണ്ടെങ്കിൽ മാനസിക പിരിമുറുക്കം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനും അതോടൊപ്പം ശ്വാസം മുട്ടലോ ഋതുകാല സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ സ്ത്രീകൾക്കാണെങ്കിൽ വരാൻ സാധ്യത, അതോടൊപ്പം വയറുവേദന, അധികരിച്ച തലവേദന എന്നീ രോഗങ്ങൾ വന്ന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാനും സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. ഇവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്നത്
ആദിത്യനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. സുദർശന യന്ത്രം ധരിക്കുന്നതും അതോടൊപ്പം പവിഴം, മുത്ത് എന്നീ രത്നക്കല്ലുകൾ ധരിക്കുന്നതും ഏറെ നല്ലതാണ്. അടുത്തത് മകയിര നക്ഷത്രമാണ്. മകയിര നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരാൻ സാധ്യത എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ വയറുവേദനയോ അല്ലെന്നുണ്ടെങ്കിൽ ഉദരസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ വരാൻ സാധ്യത കൂടുതലായി പറയുന്നുണ്ട്. അതുപോലെ മുട്ടുവേദന വന്നു ചേരാനോ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുവാനോ നടുവുവേദന അതല്ലെന്നുണ്ടെങ്കിൽ ശിരോരോഗങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത ഏറെ കണ്ടുവരുന്നതാണ്. ഇവർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. അശ്വാരൂഢ യന്ത്രം ധരിക്കുന്നതും പവിഴം പോലുള്ള മുത്തുകൾ ധരിക്കുന്നതും ഏറെ നല്ലതായിട്ട് കണ്ടുവരുന്നു. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ടും വരുന്നത് ചുമ, പനി ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാനും ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾ വന്നു ചേരാനും അതോടൊപ്പം ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ നേത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ കഫരോഗങ്ങളോ വന്നു ചേരാനും നടുവേദന, തലവേദന ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഇവർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ശിവ ഭഗവാനെയാണ്. ഈ ഒരു സമയത്ത് ഇവർ മൃത്യുഞ്ജയ യന്ത്രം ധരിക്കുന്നതും അതോടൊപ്പം മഞ്ഞ പുഷ്യരാഗം എന്ന കല്ല് ധരിക്കുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. അടുത്തത് പുണർദ നക്ഷത്രമാണ്. പുണർദ നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും വാതരോഗങ്ങൾ വരാനോ അല്ലെന്നുണ്ടെങ്കിൽ കൈകാൽ മുട്ടുകൾക്ക് വേദന വരാനോ സാധ്യത കണ്ടുവരുന്നു. ശ്വാസം മുട്ടൽ, അതുപോലെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കാലുവേദന, നടുവേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനും അതോടൊപ്പം ഇവർക്ക് കൂടുതലായിട്ട് ഏതെങ്കിലും തരത്തിൽ മുടി പൊഴിച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സ്ത്രീകൾക്ക് വന്നു ചേരാനും അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർക്ക് വന്നു ചേരാനും സാധ്യതയുള്ളതാണ്. അതിനാൽ ഇവർ പ്രാർത്ഥിക്കേണ്ടത് ശ്രീരാമനെ പ്രാർത്ഥിക്കുന്നത് ഏറെ നല്ലതാണ്. സുദർശന യന്ത്രം ധരിക്കുന്നതും അതുപോലെ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. അടുത്തത് പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രക്കാർക്ക് കൂടുതൽ കണ്ടുവരാറുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് വായു സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനും അതോടൊപ്പം ഉന്മാദ രോഗങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് രോഗങ്ങൾ വരാൻ സാധ്യത, അതുപോലെ ചെവി വേദന, കാലുമുട്ട് വേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനും സാധ്യത. കൂടുതലായിട്ടും ഇവർക്ക് നടുവിന് ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നിട്ട് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാനുള്ള സാധ്യത കണ്ടുവരുന്നു. സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ യന്ത്രം ധരിക്കുന്നതും അതുപോലെ ഇന്ദ്രനീലം എന്ന് പറയുന്ന കല്ല് ധരിക്കുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. അടുത്തത് ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് കൂടുതലായി കണ്ടുവരുന്നത് നടുവേദന, അതുപോലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അല്ലെ രക്തസമ്മർദ്ദങ്ങൾ ഉണ്ടാകുക, അതുപോലെ സ്കിൻ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ നെഞ്ചുവേദന അല്ലെങ്കിൽ നേത്രരോഗങ്ങളോ ഇവർക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ആയതിനാൽ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഗണപതി യന്ത്രം ധരിക്കുന്നതും മരതകം എന്ന് പറയുന്ന കല്ല് മാലയായിട്ടോ മോതിരമായിട്ടോ ധരിക്കുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. നമ്മൾ ഇന്നിവിടെ ഈ ഒരു വീഡിയോയിലൂടെ അശ്വതി മുതൽ ആയില്യ നക്ഷത്രം വരെയുള്ള നക്ഷത്രക്കാർ അവർക്കുണ്ടാകാവുന്ന രോഗങ്ങളെക്കുറിച്ചും അവർ പ്രാർത്ഥിക്കേണ്ട ദേവതകളെക്കുറിച്ചും അവർ ധരിക്കേണ്ട യന്ത്രങ്ങൾ അതുപോലെ കല്ലുകളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനകരമായിട്ടുണ്ട് എങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം എന്നറിയിക്കുന്നു. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.